ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മനോ ഹാൻഡ് വർക്ക് ഡിസൈൻ. ഇന്ന് ഈ വാൾ ചെയ്തേക്കുന്നത് ഇതുപോലെ പൊളിഞ്ഞ് മൊത്തം ഈ സിമെന്റ് മൊത്തം പൊരിഞ്ഞു പോയ ഭാഗങ്ങളാണ് നമ്മൾ ചെയ്ത് ഇത്രയും മനോഹരമാക്കി ചെയ്യാൻ പറ്റിയത്. ഇത് പലയിടങ്ങളിലും നമ്മൾ കണ്ടുവരാറുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഈ മോഡലിലാക്കിയത് എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് പലയിടങ്ങളിലും നമ്മൾ കണ്ടുവരാറുള്ളത് ഒരു ബബിള് പോലെ വന്നിട്ട് ഇതുപോലെ സിമെന്റും പെയിന്റും എല്ലാം നമ്മൾ പുട്ടിയിട്ട വാളാണെങ്കിൽ ആ പുട്ടിയിട്ട വാള് അടിഭാഗത്തൊരു 3 അടി 2 അടി ഹൈറ്റിലോളം ഇങ്ങനെ പുള്ളി ഇരിക്കുന്ന പോലെയാണ്. ഇത് നമ്മൾ ഫുള്ള് ചിരണ്ടി വൃത്തിയാക്കിയിട്ട് 2K അടിക്കും. 2K അടിച്ചിട്ട് അതിനകത്ത് നമ്മൾ ടെക്സ്ചർ പുട്ടിയിട്ട് മനോഹരമാക്കാനാണ്. പക്ഷെ നമ്മൾ പലയിടങ്ങളിലും ഈ ഈർപ്പത്തിൻ്റെ പലയിടങ്ങളിലും കാണാം, ഈ ഈർപ്പം വന്നിട്ട് ഇതുപോലെ ബബിൾ അടിച്ച് പോകുന്നുണ്ട്. നമ്മൾ അതുകൊണ്ട് അത് മൊത്തം ചിരണ്ടി കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നത് എക്സാടെക്സിന്റെ ഫൈൻ പുട്ടിയാണ്. സ്മൂത്ത് പുട്ടി, സിന്തറ്റിക് പ്ലാസ്റ്റർ എന്നൊക്കെ പറയും. അതിൽ നമ്മളെ ഫൈൻ പുട്ടിയിൽ 2 കോട്ട് ആദ്യം നമ്മൾ ഈ ഇളകിയ ഭാഗത്ത് കുറച്ച് തേച്ച് പിടിപ്പിക്കണം. 2K അടിച്ച് നല്ലപോലെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ ഈ ഫൈൻ പുട്ടി ഇട്ട് ആദ്യം ഒരു കോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ചൂലിൻ്റെ ഇത് സ്റ്റിക്കുള്ളതാണ്. സ്റ്റിക്ക് ഊരിയിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്യാം, പിന്നെ ബ്രഷിന് ചെയ്യാം, കട്ടിയുള്ള ബ്രഷിന് ചെയ്യാം. പിന്നെ നമ്മൾ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ അവിടെ കടന്ന്, അതായത് ഈ ഒരു സാധനം അവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്, ഇങ്ങനെ നമുക്ക് ചെയ്താൽ എന്താണ്. അങ്ങനെ ചെയ്ത ഒരു ടൂളാണ്. ടൂൾസ് എന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ കിടന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവിടെ നമ്മൾ സ്റ്റീൽ ട്രവൽ കൊണ്ട് തന്നെ ഈ പഞ്ചിങ് ആയിട്ട് കൊടുക്കുക. നമുക്കൊരു വേറെ ഡബിൾ ഡിസൈൻ കിട്ടുന്ന രീതിയിൽ പഞ്ചിങ് ആയിട്ട് കൊടുക്കുക. അത് നമ്മൾ സ്റ്റീൽ ട്രവലിന് പരത്തിയും കൊടുക്കണം, അല്പം ഡ്രൈ ആയതിനു ശേഷം. അപ്പം ഇങ്ങനെ ആ ടൂൾസ് കൊണ്ട് ഇത് ലൈൻ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ മൊത്തത്തിലൊരു പഞ്ചിങ് ഡിസൈൻ പോലെ കൊടുക്കുക.
ഒരു ഐവറി ഷെയ്ഡ് അടിച്ചതിന് ശേഷം നമ്മൾ സിൽവറാണ് ഇതിനകത്ത് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ആയി പേപ്പർ പിടിച്ച് ഒരു ഐവറി ഷെയ്ഡാണ് അടിച്ചേക്കുന്നത്. അതായത് നമ്മൾ വൈറ്റിൻ്റെ അകത്ത് അല്പം യെല്ലോ സ്റ്റൈനർ ചേർത്ത് ഒരു ഐവറി ഷെയ്ഡ് പോലെ ആക്കിയിട്ടാണ് സിൽവർ നല്ല ലൂസായിട്ട് വാഷ് ചെയ്തേക്കുന്നത്. ചെറിയ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുക. അപ്പം സിൽവറാണ് നമ്മൾ ഫുള്ള് വാഷ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഫീല്. വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.